അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാണ്. നടൻ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി വളരെ സൂപ്പറാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. പക്ഷെ വ്യക്തി മമ്മൂട്ടി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള ഇതിൽ വെറും ഇതാണ്. എനിക്കങ്ങനെ തോന്നി, അത്ര തന്നെ. എന്നാ നിനക്ക് ഇനി അങ്ങനെ തോന്നണ്ട, അത്ര തന്നെ. ഇത്രയും താഴ്ന്ന ഒരു മനുഷ്യൻ ഉണ്ടാവൂല. കാരണം അതുപോലത്തെ പെരുമാറ്റമൊക്കെ പുള്ളി. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില മമ്മൂട്ടിക്ക് സമീപത്താണ് താമസിക്കുന്നത് അല്ലേ? അതെ 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 അതെ. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളിയുടെ ഞാൻ ഇന്നാള് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ കക്കൂസ്മാലിനെ ഒഴുക്കിയിട്ട് ഞങ്ങളുടെ എന്റെ തെളിവ് വരെ ഉണ്ട്. പുതിയ പരാതി എഴുതിക്കോ. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അവിടെ അസോസിയേഷൻ, ബിസിനസ് അസോസിയേഷനിലൊക്കെ ഈ കക്കൂസ്മാലിന്യം കംപ്ലീറ്റ് ചെയ്ത് ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ആണോ? അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. ആണോ? ആണോ? അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. ഓ ചക്ക അവിടുന്ന്. ഇത്ര വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവൂല ഈ മമ്മൂട്ടിനെ പോലെ. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ. നല്ല അയൽക്കാരനല്ല മമ്മൂട്ടി എന്നാണ് അങ്ങേക്ക് പറയുന്നത്. ഇത് കൊള്ളൊന്നും ആവില്ല, കടലാവാൻ പോകും. അല്ലല്ല, നല്ല ആൾക്കാരനൊന്നുമല്ല. കാരണം ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ ജനങ്ങളായിട്ടൊന്നും വലിയൊന്നും ഉള്ള ആളല്ല. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? അത് ഒരുപക്ഷെ ഈ മമ്മൂട്ടി അറിയാതെ സംഭവിച്ചതാണോ? കാരണം അതൊക്കെ അവരുടെ വീട്ടില് മമ്മൂട്ടി അറിയാണ്ടല്ലോ. അവിടെ പുറമ്പോക്ക് തന്നെ കൈകേറി വലിയൊരു ഏരിയയിലല്ലേ വീട് വെച്ചേക്കണം. എന്റെ ഭഗവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. പുറമ്പോക്ക് കയറി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നല്ലേ, പത്രത്തിൽ വരെ വന്നതല്ലേ. എന്നിട്ടല്ലേ വലിയൊരു വീടൊക്കെ വെച്ചേക്കണം. അത് ഞാൻ വിളവെടുത്തതാ അല്ലേ? എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന പറഞ്ഞാല് വളരെ മോശമാണത്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ് അല്ലടാ ദ്രോഹി. മമ്മൂട്ടി പുറമ്പോക്ക് കയറുന്നത് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ആണോ? അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. അവൻ വലിയ വെളിവീടും പറഞ്ഞതായിരിക്കും. അവന്റെ വെളിവീട് ഞാൻ മാറ്റും. വീട് വെച്ച് അവിടെ പുഴയുടെ സൈഡാണ് എടുത്തേക്കണതൊക്കെ. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോ ഇല്ലെങ്കിൽ 10 ആളെ ഒന്നിച്ചൊക്കെ കാണുമ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളായിട്ടുള്ളത്. അല്ലാതെ വന്നു കഴിഞ്ഞാല് പുച്ഛമാണ് ജനങ്ങളെ. എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു പെരുമാറുന്ന വേറെ നടനുണ്ടാവൂല. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയി. ഒരു സർക്കാരിന് വേണ്ടിയൊക്കെ മാലിന്യമുക്തമാണ് കേരളം എന്നൊക്കെ കൊണ്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് കാണിക്കുന്നത് ഇത് തന്നെയാണ്. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കഷ്ടമായി പോയി. ഇനി എല്ലാരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും.